ഹലോ വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകളെ കുറിച്ചാണ്. 4 AEC അഥവാ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകളാണ് ഇംഗ്ലീഷ് വിഭാഗം ഓഫർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കോഴ്സിൻ്റെ സിലബസ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഞാൻ ഈ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. അവിടെ നമ്മൾ പേര് കണ്ടത് ഇംഗ്ലീഷ് ഇൻ കോണ്ടെക്സ്റ്റ് എന്നാണ്. ഇംഗ്ലീഷ് ഇൻ കോണ്ടെക്സ്റ്റ് എന്ന പേരിലുള്ള പേപ്പറാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ ഓഫർ ചെയ്യുന്ന AECയിൽ ഓഫർ ചെയ്യപ്പെടുന്ന ഇംഗ്ലീഷ് ഫോർ കരിയർ എന്ന കോഴ്സാണ്. മറ്റ് 2 കോഴ്സുകൾ കൂടിയുണ്ട്. മറ്റ് 2 വീഡിയോകളിൽ നമ്മളത് ചർച്ച ചെയ്യും. ടോട്ടൽ 4 AECs ആണ് ഓഫർ ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഇൻ കോണ്ടെക്സ്റ്റ്, ഇംഗ്ലീഷ് ഫോർ കരിയർ, ഇംഗ്ലീഷ് ത്രൂ കൾച്ചർ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫോർ കോണ്ടന്റ് ക്രിയേഷൻ. ഇവയാണ് 4 കോഴ്സുകൾ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഏകദേശം ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാവും ആ പേപ്പറിനെ കുറിച്ച്. നമുക്ക് ഈ ഒരു ഇംഗ്ലീഷ് ഫോർ കരിയർ എന്ന പേപ്പർ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഓഫർ ചെയ്യുന്നതെന്നൊന്ന് അറിഞ്ഞു വെക്കാം. നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്റർ ആരംഭിക്കുമ്പോൾ ഈ AECസിൽ ഏത് സെലക്ട് ചെയ്യണം പഠിക്കാൻ എന്നുള്ളതിൽ തീർച്ചയായും ഇതൊരു സഹായമാവുമെന്ന് കരുതുകയാണ്. നമുക്ക് ആദ്യം കോഴ്സ് ഡിസ്ക്രിപ്ഷനിലേക്ക് കടക്കാം. This course is designed to prepare students for the English language components of various competitive exams. കോമ്പറ്റേറ്റീവ് എക്സാംസിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന രീതിയിലുള്ള ഒരു കോഴ്സാണിത്. അത്തരത്തിലാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇറ്റ് ഓഫേഴ്സ് എ കോംപ്രിഹെൻസീവ് അപ്രോച്ച് ടു മാസ്റ്ററിംഗ് ദി എസെൻഷ്യൽ സ്കിൽസ് റിക്വയർഡ് ഫോർ സക്സസ് ഇൻ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഇൻക്ലൂഡിംഗ് വൊക്കാബുലറി എൻഹാൻസ്മെന്റ്, reading comprehension, grammar, writing, listening and speaking. പൊതുവിൽ ഒരു പൊതുനിലവാരം അനുസരിച്ച് സ്റ്റാൻഡേർഡ് അനുസരിച്ച് തയ്യാറാക്കിയ എല്ലാ ടെസ്റ്റുകളിലും നമുക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സ്കിൽസ് ഉണ്ട്, ലാംഗ്വേജ് സ്കിൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ വൊക്കാബുലറി, നമ്മുടെ പദസമ്പത്ത്, അതിനെ എൻഹാൻസ് ചെയ്യുക, എൻറിച്ച് ചെയ്യുക. റീഡിങ് കോംപ്രിഹെൻഷൻ, വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്. ഒരു പാരഗ്രാഫ് വായിച്ച് അതിൻ്റെ താഴെ കൊടുക്കുന്ന കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ഒരു സ്കില്ല്. ഗ്രാമർ സ്കിൽ, റൈറ്റിംഗ്, ലിസണിങ്, അതുപോലെ തന്നെ സ്പീക്കിംഗ് സ്കിൽ. ഇതൊക്കെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് മിക്കവാറും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്, ഭാഷാപരമായ ചോദ്യങ്ങളാണ്. ഇവയ്ക്ക് നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ ഒരു ട്രെയിനിങ് ആണ്, ഒരു പ്രിപ്പറേഷനാണ് ഇംഗ്ലീഷ് ഫോർ കരിയർ എന്ന കോഴ്സ് നൽകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. Through a combination of theoretical instruction and practical application, students will develop proficiency needed to excel in the high-pressure environment of competitive exams. വിദ്യാർത്ഥികൾക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് വിജയിക്കേണ്ടതിന് ആവശ്യമായ, പ്രത്യേകിച്ച് ഇന്നത്തെ ഹൈ പ്രഷർ എൻവയൺമെൻറ്റിൽ നടക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് വിജയിക്കേണ്ടതിന് ആവശ്യമായ ലാംഗ്വേജ് പ്രൊഫഷൻസ് നൽകുന്ന ഒരു കോഴ്സാണിത്. ഭാഷാപരമായ കഴിവ് നൽകുന്ന ഒരു കോഴ്സാണിത്. തിയറി ഉണ്ടാവും, പ്രാക്ടിക്കൽ ഉണ്ടാവും. തിയററ്റിക്കൽ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കും, അതുപോലെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യേണ്ടിയും വരും. 2 ഏരിയയും ഇവിടെ ചോദിക്കപ്പെടാം. കഴിഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇംഗ്ലീഷ് ഇൻ കോണ്ടെക്സ്റ്റ് എന്ന പേപ്പറിലും അതിൻ്റെ ഗ്രാമർ സെക്ഷനെ കുറിച്ച് ഞാൻ ഇത്തരത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഫസ്റ്റ് 2 മൊഡ്യൂൾസിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വിൽ ബി there obviously. And at the same time, you can also expect questions based on some theory in grammar. ഇവിടെയും അത് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കോഴ്സ് ഔട്ട്കംസ് ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് എക്സ്പെക്റ്റഡ് കോഴ്സ് ഔട്ട്കംസ്? ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് എന്തൊക്കെ റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്? Expand and apply a diverse range of vocabulary suitable for competitive examinations. നമ്മുടെ വൊക്കാബുലറി നിലവിലുള്ളതിനെ എക്സ്പാൻഡ് ചെയ്യുക, പുതിയ വേർഡ്സ് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്യുക. അതുപോലെ തന്നെ വൊക്കാബുലറിയെ നിരവധിയായ സാഹചര്യങ്ങളിൽ അപ്ലൈ ചെയ്യുക, എസ്പെഷ്യലി ഇൻ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്. ഇതൊരു ടൈപ്പ് ചോദ്യമാണ്, അപ്ലൈ ബേസ്ഡ് ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നുണ്ട് അതിൻ്റെ ഫുൾ ഫോം, അല്ലെങ്കിൽ അതിൻ്റെ സൂചകം എന്താണ്, അതിൻ്റെ പോയിന്റർ എന്താണ് സൂചിപ്പിക്കുന്നത്. അപ്ലൈ, ഫോർ അപ്ലൈ. അപ്ലൈ ക്വസ്റ്റ്യൻ, അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. മീനിങ് പ്രോബബ്ലി ഈ ഒരു പേപ്പറിൻ്റെ പരീക്ഷയിൽ തീർച്ചയായും കുറച്ച് ഗ്രാമർ ക്വസ്റ്റ്യൻസ്, വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് ടൈപ്പ് വരാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി
പൊതുവിൽ വിദ്യാർത്ഥികളെ ഔട്ട് ഓഫ് സിലബസ് എന്ന് പൊതുവിൽ വിളിക്കുന്ന, എന്നാൽ സിലബസിൽ ഡെഫിനറ്റ്ലി മെൻഷൻ ചെയ്തിട്ടുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ്. എന്നാൽ ടെക്സ്റ്റിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. മനസ്സിലായില്ലേ? ടെക്സ്റ്റിൽ ഡയറക്റ്റ്ലി അത് കൊടുക്കണമെന്നില്ല, ബട്ട് ഇൻഡിറക്ട്ലി വി ആർ സപ്പോസ് ടു ഡൂ ദിസ്. നമ്മളിത് ചെയ്യണം എന്നാണ് സിലബസ് പറയുന്നത്, നമ്മളിത് ചെയ്യാൻ പ്രാപ്തരാകണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ക്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ഗ്രാമാറ്റിക്കൽ റൂൾസ് correctly to reduce errors in sentence structure, punctuation and usage. ഇവിടെയും സെൻറ്റൻസ് സ്ട്രക്ചർ, ഗ്രാമാറ്റിക്കൽ റൂൾസ്, പങ്ക്ച്വേഷൻ, എറേഴ്സ്, യൂസേജ് മുതലായ കാര്യങ്ങൾ അത് ഗ്രാമർ സെക്ഷൻ തന്നെയാണ്. യു ആണ് അവിടെ, അണ്ടർസ്റ്റാൻഡ് ആണ്. മീനിങ് ഇറ്റ് മസ്റ്റ് ബി തിയറി. തിയററ്റിക്കൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ടാവും, ഗ്രാമർ തിയറി. Gain experience, third one, gain experience and confidence by practicing under exam-like conditions, improving performance under pressure. പരീക്ഷയ്ക്ക് സമാനമായ സാഹചര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്ത് പരിശീലനം നേടി കോൺഫിഡൻസും എക്സ്പീരിയൻസും ഒക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഔട്ട്കം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇംപ്രൂവിങ് പെർഫോമൻസ് അണ്ടർ പ്രഷർ, വളരെ സമ്മർദ്ദത്തിലായിരിക്കുന്ന അവസരത്തിൽ പോലും നമ്മുടെ പെർഫോമൻസിനെ നമ്മുടെ പരീക്ഷയിലും അതുപോലെ മത്സര പരീക്ഷകളിലും ഒക്കെയുള്ള നമ്മുടെ പെർഫോമൻസിനെ വർദ്ധിപ്പിക്കുക, മികച്ചതാക്കുക. ഇതെന്താണ്? ഇതൊരു എ ടൈപ്പാണ്, അതായത് ആപ്ലിക്കേഷൻ തന്നെയാണ് ഇവിടെയും കാണുന്നത്. നെക്സ്റ്റ് വൺ, അനലൈസ്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വൺസ് അഗൈൻ എന്താണെന്ന് മനസ്സിലായല്ലോ. വി വിൽ ബി ഗിവൺ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദീസ് ആൻഡ് വി വിൽ ഹാവ് ടു ഡു ഇറ്റ്. വിൽ ഹാവ് ടു ഫൈൻഡ് ആൻസേഴ്സ്. തിയറി ആയിരിക്കണമെന്നില്ല, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടി വരും. ആൻഡ് പ്രോബബ്ലി ഈ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ ചിലപ്പോൾ ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്തേക്കാം, മെൻഷൻ ചെയ്യാതെയും ഇരിക്കാം. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്. കഴിഞ്ഞ പരീക്ഷകൾ നിങ്ങൾ ഓർക്കുമല്ലോ, ഫസ്റ്റ് സെമസ്റ്റർ, അവിടെയും ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബേസ്ഡ് ആയിരുന്നോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ വിദ്യാർത്ഥികൾ ഭയങ്കരമായി ടെൻഷൻ അടിച്ചിരുന്നു. അക്കാര്യത്തിൽ ടെക്സ്റ്റ് ബേസ്ഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് വന്നു എന്നൊക്കെ പലരും ഇങ്ങനെ സംസാരത്തിൽ പറയുന്ന ഞാൻ കേട്ടു വിദ്യാർത്ഥികൾ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അതിൻ്റെ ആൻസേഴ്സിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാം. എങ്കിലും ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചുകൊള്ളട്ടെ, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബേസ്ഡ് ഡയറക്റ്റ്ലി ആവണമെന്നില്ല, എന്നാൽ സിലബസിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവും. സോ ദേ ആർ നോട്ട് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയും നമുക്ക് വിളിക്കാനേ പറ്റില്ല സാങ്കേതികമായി. അപ്പോൾ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസിന് എപ്പോഴും ചോദ്യം ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് എടുക്കണമെന്നില്ല. യു ക്യാൻ ഹാവ് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഇൻക്ലൂഡ് ഐഡിയാസ് ദാറ്റ് ആർ ഡയറക്ട്ലി ഇൻ ദ ടെക്സ്റ്റ്, ബട്ട് ക്വസ്റ്റ്യൻ ക്യാൻ ബി എ ജനറൽ ക്വസ്റ്റ്യൻ. ചോദ്യം വരുന്നത് ജനറൽ ക്വസ്റ്റ്യൻ ആവാം. ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ, ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ. അതിൽ എഴുതേണ്ട കാര്യം ടെക്സ്റ്റ് ബേസ്ഡ് കാര്യം തന്നെ ആയിരിക്കാം. ചോദ്യം ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ പ്രോബബ്ലി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറാം, കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്ന വാല്യൂസ്, വേരിയബിൾസ് ഒക്കെ കുറേ മാറാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി വരും, കോണ്ടെക്സ്റ്റ് മാറും. ആർക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ലെറ്റർ റൈറ്റിംഗ് ആണെങ്കിൽ ആർക്ക് ലെറ്റർ അയക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ മാറിയേക്കാം. എങ്കിലും അയക്കേണ്ട ലെറ്ററാണ് അയക്കുന്നത്, അത് ഫോർമൽ ലെറ്റർ ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യം ടെക്സ്റ്റ് പഠിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ടെക്സ്റ്റ് ബേസ്ഡ് ആവും എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന പോലെ അനലിറ്റിക്കൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു എക്സ്റ്റേണൽ എലമെന്റ് തീർച്ചയായിട്ടും ഉണ്ടാകുകയും ചെയ്യുക, നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഞാൻ വിദ്യാർത്ഥികളോട് പ്രത്യേകം എടുത്തു പറയുന്നത്. ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങളത് പ്രതീക്ഷിക്കുകയും ചെയ്യണം. കുറച്ച് എക്സ്റ്റേണൽ വാല്യൂസ് അല്ലെങ്കിൽ വേരിയബിൾസ് എക്സ്റ്റേണൽ ആവാം, ടെക്സ്റ്റ് ബേസ്ഡ് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ അതിൻ്റെ കോൺസെപ്റ്റ് തിയററ്റിക്കൽ സൈഡ് ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് ആണ് അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് വേരിയസ് ടെക്സ്റ്റ്, ഇംപ്രൂവിംഗ് സ്പീഡ് ആൻഡ് ആക്യുറസി ഇൻ അണ്ടർസ്റ്റാൻഡിങ് പാസേജസ്. ഒരു കോംപ്രിഹെൻഷൻ ടൈപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഫീൽ ചെയ്യുകയാണ്. ഇത് അനാലിസിസ് ആണ്, അനലൈസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതും പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അനലൈസ് ആൻഡ് ഇന്റർപ്രറ്റ് വേരിയസ് ടെക്സ്റ്റ്, നിരവധി ടെക്സ്റ്റുകൾ അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്ത് വ്യാഖ്യാനിച്ച് ഈ വായനയുടെ വേഗത, സ്പീഡും അതുപോലെ ആക്യുറസി, കൃത്യതയും നമ്മൾ ഉപയോഗിച്ച് അതിനെ ഇംപ്രൂവ് ചെയ്ത് എങ്ങനെയാണ് ഒരു പാസേജിൻ്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കുന്നത് എന്നതാണ് ഇവിടെ വിഷയമായിരിക്കുക. ഇതാണ് നമ്മൾ ചെയ്യാൻ പ്രാപ്തരാകേണ്ടത്, ഇതാണ് നമ്മുടെ ഔട്ട്കം. നമ്മളിങ്ങനെ ചെയ്യാൻ പ്രാപ്തരാകണം എന്നാണ് സിലബസ് ആഗ്രഹിക്കുന്നത്. റൈറ്റ് കൊഹീറൻറ്റ്, സ്ട്രക്ചറൽ, കൺസൈസ് എസ്സേസ് ആൻഡ് റെസ്പോൺസസ് അഡ്ഹറിങ് ടു ദ റിക്വയർഡ് ഫോർമാറ്റ് ആൻഡ് ഗൈഡ് ലൈൻസ്. തന്നിരിക്കുന്ന ഫോർമാറ്റ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട്
കൃത്യമായി കൊഹിയറൻ്റായ മനസ്സിലാകുന്ന സ്ട്രക്ചേർഡായ കൃത്യമായ ഫോർമാറ്റിലുള്ള ചുരുക്കി കൺസൈസ് പരമാവധി ചുരുക്കി എസ്സേസ് എഴുതാനുള്ള പ്രാവീണ്യമാണ് അടുത്ത ഒരു ഘടകം. അത് സി ആണ്. അത് ക്രിയേറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റീവായിട്ട് എഴുതേണ്ടതാണ്. കോമൺ ടോപ്പിക് തരും, അതിലൊരു എസ്സേ എഴുതേണ്ടി വരും. അങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങൾ എഴുതാൻ പ്രാപ്തരാവണം നമ്മൾ. ഈ കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നല്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞതിൽ നിന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുമെന്നല്ല, ഇത് നമ്മൾ ചെയ്യാൻ പ്രാപ്തരാവണം എന്നതാണ് സിലബസ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരായോ എന്ന് ചോദ്യപേപ്പറിൽ പരിശോധിക്കപ്പെട്ടാൽ തെറ്റില്ലല്ലോ. അത് നമ്മൾ പ്രതീക്ഷിക്കണ്ടേ? ഇതൊക്കെയാണ് നമ്മൾ പ്രാപ്തരാവേണ്ട വിഷയങ്ങൾ. പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പ്രാപ്തരാവണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രാപ്തി പരിശോധിക്കുന്ന തരത്തിലുള്ള ചോദ്യമാണ് വരുന്നതെങ്കിലോ എന്ന ഒരു ഊഹം വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്, എന്നൊരു സജഷനാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പ്രാപ്തരാകും ഈ പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടാണോ എന്നൊക്കെ സംശയം തോന്നിയേക്കാം. പക്ഷേ ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തീർച്ചയായും ഭാവിയിൽ അത്തരം മത്സര പരീക്ഷകൾ എഴുതി മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ, PSC ബാങ്ക് ടെസ്റ്റുകൾ എഴുതി മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇംഗ്ലീഷ് ഫോർ കരിയർ എന്ന പേപ്പർ തീർച്ചയായും നല്ലൊരു ഓപ്ഷനാണ്. അതിൻ്റെ ഒരു ബേസ് ബിൽഡ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. കാരണം ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതാതെ കരിയറിൽ മുന്നോട്ട് പോകുക ഇച്ചിരി ഡിഫിക്കൽട്ട് തന്നെ ആയിരിക്കും. ബാങ്ക് ടെസ്റ്റുകൾ, PSC എക്സാംസ് ഒക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ, അത്തരം ടെസ്റ്റുകളിൽ മുന്നോട്ട് പോകാൻ തീർച്ചയായും ഈ ഒരു പേപ്പർ നിങ്ങളെ സഹായിക്കും. കോഴ്സ് കോണ്ടൻസിലേക്ക് നമുക്കിനി പോകാം, ഉള്ളടക്കത്തിലേക്ക് പോകാം. കോഴ്സിൻ്റെ ഉള്ളടക്കം മൊഡ്യൂൾ 1 പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടൈറ്റിൽ വൊക്കാബുലറി എന്ന് തന്നെയാണ് മൊഡ്യൂളിൻ്റെ ടൈറ്റിൽ. ഫസ്റ്റ് മൊഡ്യൂൾ യൂണിറ്റ് 1 സിനോണിംസ്, ആന്റണിംസ്, ഹോമോണിംസ്. 3 പ്രത്യേക കോൺസെപ്റ്റുകൾ പഠിക്കുകയാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കുറച്ച് എക്സാമ്പിൾസും പഠിക്കാൻ സാധ്യതയുണ്ട്. അത് മസ്റ്റ് ബി എ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ഓൺ ദ സിലബസ്. അത് കിട്ടുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാകും. സെക്കൻഡ് യൂണിറ്റ് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അവിടെയും നിരവധി എക്സാമ്പിൾസ് ഉണ്ടാകും. 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു 1 വേർഡ് ഉപയോഗിച്ച് വലിയൊരു ആശയത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ. വേർഡ് അസോസിയേഷൻ, പ്രീഫിക്സസ്, സഫിക്സസ് ആണ് അടുത്തത്. ഇഡിയംസ്, ഫ്രേസസ് ആൻഡ് ഫ്രേസൽ വേർബ്സ് ആണ് 4-ാമത്തെ യൂണിറ്റ്. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ് ഇവ സൂചിപ്പിക്കുന്നതെന്നും ഇവയുടെ എക്സാമ്പിൾസും തീർച്ചയായിട്ടും പഠിക്കേണ്ടി വരും. അപ്പോൾ കുറേ പുതിയ വേർഡ്സ് ഒക്കെ പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ്, ഒരു മൊഡ്യൂളാണിതെന്ന് കരുതാം. രണ്ടാമത്താണ് ബേസിക് ഗ്രാമർ, രണ്ടാമത്തെ മൊഡ്യൂൾ. ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് വേർഡ്സ് ആയിരുന്നെങ്കിൽ 2ലേക്ക് വരുമ്പോൾ ബേസിക് ഗ്രാമറാണ്. ബേസിക് ഗ്രാമർ എന്ന പേര് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അതായത് ഒരു ഏറ്റവും പ്രാഥമികമായത്. യൂണിറ്റ് 1 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ്. അതിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞിട്ട് വേറെയും കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ടാഗ്സ്. നെക്സ്റ്റ് യൂണിറ്റ് ഡിറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. 3-ാമത്തത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. അടുത്തത് എന്താണ്? കൺജങ്ഷൻ, പ്രിപ്പോസിഷൻ, ആഡ്വേർബ്സ്, അഡ്ജക്റ്റീവ്സ്, ടെൻസസ്. ഇത്രയും കാര്യങ്ങൾ 4-ാമത്തെ യൂണിറ്റിൽ പഠിക്കുന്നു. ബേസിക് ഗ്രാമറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ നമ്മളൊരു ബേസിക് വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ആ വീഡിയോ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഞാൻ ചെയ്യുന്നതാണ് വേറൊരു രീതിയിൽ. ഈ പേപ്പറിന് വേണ്ടി പ്രത്യേകം ടെക്സ്റ്റ് കിട്ടിയതിന് ശേഷം ആ ക്ലാസ് വേറെ തന്നെ നമുക്ക് ചെയ്യാം. എങ്കിലും ബേസിക് ഐഡിയ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ മൊഡ്യൂൾ 2 ബേസിക് ഗ്രാമറാണ് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ, അതായത് ഇംഗ്ലീഷ് ഇൻ കോണ്ടെക്സ്റ്റിൽ 2 മൊഡ്യൂൾസ് ഫുൾ ഗ്രാമറാണ്. ഇവിടെ ഒരു മൊഡ്യൂളിലെ ഗ്രാമർ ഉള്ളൂ. ഓക്കെ, അതൊരു ക്ലൂവിന് വേണ്ടി പറയുകയാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ബേസിക് ഗ്രാമറേ ഉള്ളൂ. മറ്റേതിലും ബേസിക് ഗ്രാമർ തന്നെയാണെങ്കിലും കുറച്ചുകൂടി 2 മൊഡ്യൂൾ ഉണ്ടല്ലോ എന്നുള്ളതാണ് ഒരു ഡിഫറൻസ്. ഗ്രാമർ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റേജിൽ പഠിച്ചു വെക്കുന്നത് നല്ലതാണെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾ BCom പോലുള്ള വിഷയങ്ങൾ, BBA പോലുള്ള വിഷയങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ, ഇംഗ്ലീഷ് മേജർ പഠിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് പിന്നീട് അങ്ങോട്ട് ലൈഫിൽ ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിങ്ങളിത് പഠിക്കുന്നില്ലല്ലോ മെയിനായിട്ട്. സോ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എങ്ങനെയാണ് ഒരു ഭാഷ വർക്ക് ചെയ്യുന്നത് എന്നതിൻ്റെ
വർക്കിംഗ് തിയറിയാണ് ഗ്രാമർ. ദാറ്റ്സ് ഓൾ. അതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ ഐഡിയാസ് ഒന്ന് പഠിച്ചാൽ മതി. നമുക്കതിൻ്റെ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ചെയ്യാം, വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. അപ്പോൾ ഗ്രാമറിന് ഭയപ്പെടേണ്ട കാര്യം ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതെന്തായാലും ഗ്രാമർ ക്ലാസ് അല്ല, അതുകൊണ്ട് ഞാൻ കൂടുതലേക്ക് പോകുന്നില്ല. നമുക്ക് ഗ്രാമർ ക്ലാസ് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്, വീണ്ടും പറയുകയാണ്, ഇതിനെ ഭയപ്പെടരുത്. ഗ്രാമർ അത്യാവശ്യം ഈ ഒരു ബേസിക് ലെവലിൽ പഠിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും അത് ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതും ശ്രദ്ധിക്കുക. നിങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഗ്രാമർ കുറേയുണ്ട്, ഞാനില്ല, അങ്ങനെ പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മോഡ്യൂൾ 3ലേക്ക് കടന്നു കഴിഞ്ഞാൽ യൂണിറ്റ് 1 സെൻറ്റൻസ് കറക്ഷനാണ്, എറർ സ്പോട്ടിങ്. അത് നമ്മുടെ പ്രീവിയസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. അതായത് ഇംഗ്ലീഷ് ഇൻ കോണ്ടെക്സ്റ്റും സമാനമായ എഡിറ്റിംഗ് സംഗതികൾ ഉണ്ടായിരുന്നു. ഇവിടെ ഇത് എഡിറ്റിംഗ് പോലെ തന്നെയാണ് സെൻറ്റൻസ് കറക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ജംബിൾഡ് സെൻറ്റൻസസ് ആണ്. ഒരു പാരഗ്രാഫിന് ജംബിൾഡ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്യുന്ന രീതിയാണത്. ക്ലോസറ്റ് ടെസ്റ്റ്, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് മുതലായ കാര്യങ്ങളാണ് അടുത്തതിൽ വരുന്നത്. കുറച്ച് തന്നിട്ട് അതിനെ ബാക്കി ഫില്ല് ചെയ്യുക എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഡു ആസ് ഡിറക്റ്റഡ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് 4ാമത്തെ യൂണിറ്റ് എന്തെങ്കിലും ഒരു നിർദ്ദേശം അതുപോലെ ചെയ്യുക മുതലായ കാര്യങ്ങൾ. ഇപ്പോൾ സെൻറ്റൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൊഡ്യൂൾ 3യിലുള്ളത് എന്ന് പറയാം. പ്രത്യേകമായിട്ട് ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് കാണുന്നില്ല സിലബസിൽ. മൊഡ്യൂൾ 4 റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ് ആണ്. റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ, എസ്സേ റൈറ്റിംഗ്, പ്രസി റൈറ്റിംഗ്, പങ്ക്ച്വേഷൻസ്, ഇങ്ങനെ 4 മൊഡ്യൂളുകളാണ് അവിടെ ഉള്ളത്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് രണ്ടും ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എവിടെ പഠിച്ചിട്ടുണ്ട്? ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻഗേജിങ്, എൻറിച്ചിങ്, എൻഹാൻസിങ്ങിലൊക്കെ റീഡിംഗ് റൈറ്റിംഗ് സെപ്പറേറ്റ് മൊഡ്യൂൾസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ടും കൂടി ഒരുമിച്ച് ഇട്ടിരിക്കുകയാണ്. ഇവിടെയും കോംപ്രിഹെൻഷൻ ഉണ്ട്, എസ്സേ റൈറ്റിംഗ് ഉണ്ട്, പ്രസി റൈറ്റിംഗ് അതായത് സമ്മറൈസിങ്, പങ്ക്ച്വേഷൻ ഇതൊക്കെ ഇവിടെയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും നമുക്ക്. പിന്നെ മോഡ്യൂൾ 3 ആയിരിക്കാം നമ്മൾ ചെയ്യാത്ത ടൈപ്പ്, അതായത് ജംബിൾ സെൻറ്റൻസസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഇനി ടീച്ചർ സ്പെസിഫിക് മൊഡ്യൂളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ഇതിലും ഉണ്ടായിരുന്നു, അതായത് ഇംഗ്ലീഷ് ഇൻ കോണ്ടെക്സ്റ്റിലും ഈ ഒരു മൊഡ്യൂൾ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ടീച്ചർ ക്യാൻ യൂസ് ദിസ് മൊഡ്യൂൾ ടു ഗിവ് ഫർദർ പ്രാക്ടീസ് ഓൺ ദ ടോപ്പിക്സ്. ഈ ടോപ്പിക്സിൽ കൂടുതൽ പ്രാക്ടീസ് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ മൊഡ്യൂൾ ഉപയോഗിക്കാം. ഡിസ്കസ്ഡ് ഇൻ ദി പ്രീവിയസ് മൊഡ്യൂൾസ് ഓർ ഡിസൈൻ ആക്ടിവിറ്റീസ് ലൈക്ക് ദ വൺസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്നത് പോലുള്ള ആക്ടിവിറ്റീസ് വേണമെങ്കിൽ സ്വന്തമായി ഡിസൈൻ ചെയ്യാം. ദിസ് മൊഡ്യൂൾ ഇസ് ഫോർ ഇന്റേണൽ ഇവാലുവേഷൻ. ഇന്റേണൽ ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ളതാണ് ഈ മൊഡ്യൂൾ. ഒന്നാമത്തത് ഒരു എക്സാമ്പിൾസ് കൊടുത്തിരിക്കുകയാണ് 5 ഫസ്റ്റ് വൺ, ഇൻകോർപ്പറേറ്റ് വേർഡ് ഓഫ് ദ ഡേ ആക്ടിവിറ്റീസ് ആൻഡ് എൻകറേജ് സ്റ്റുഡൻസ് ടു യൂസ് ന്യൂ വേർഡ്സ് ഇൻ സെൻറ്റൻസസ്. വേർഡ് ഓഫ് ദ ഡേ പോലുള്ള ആക്ടിവിറ്റീസ് കൊണ്ടുവരിക ക്ലാസ്സിൽ, അങ്ങനെ പുതിയ വേർഡ്സ് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. ഇനി അതല്ല, വേറൊരു ആക്ടിവിറ്റി എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്, കണ്ടക്ട് ടൈംഡ് റീഡിംഗ് ഡ്രിൽസ് ടു ഇംപ്രൂവ് സ്പീഡ് ആൻഡ് ആക്യുറസി. സമയം വെച്ചിട്ട് വായന, ടൈംഡ് റീഡിംഗ് ഡ്രിൽസ്, അതായത് ടൈം വെച്ച് വായിച്ച് ശീലിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ വായനയുടെ സ്പീഡും വർദ്ധിക്കും, ആക്യുറസിയും വർദ്ധിക്കുമല്ലോ, കൃത്യത വർദ്ധിക്കുമല്ലോ. മൂന്നാമത്തെ, ഡിസ്കസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, മെയിൻ ഐഡിയ, ഇൻ്റർഫറൻസ്, ഡീറ്റെയിൽ എറ്റ്സെട്ര ആൻഡ് സ്ട്രാറ്റജീസ് ടു അപ്രോച്ച് ദം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻഫറൻസ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. തെറ്റി വായിച്ചു പോയി, ഇൻഫറൻസ് എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് പ്രധാന ആശയം എന്താണ്, ടോട്ടൽ ആശയത്തെ ഇൻഫർ ചെയ്യുക, അതായത് ആശയം എന്താണെന്ന് ഡിഡ്യൂസ് ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുക. ഡീറ്റെയിൽസ്, വ്യക്തത വരുത്താൻ വേണ്ടി വിശദാംശങ്ങൾ ചോദിക്കുക. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആശയങ്ങൾ മനസ്സിലാക്കുന്ന സ്ട്രാറ്റജി, ചോദ്യം ചോദിക്കുക എന്നുള്ള ഒരു കല, അത് പഠിപ്പിക്കുക. 4, എൻകറേജ് പിയർ റിവ്യൂ സെഷൻസ് ഫോർ ഗ്രാമർ കറക്ഷൻ ഇൻ റിട്ടൺ അസൈൻമെൻറ്റ്സ്. റിട്ടൺ അസൈൻമെൻറ്റ്സിൽ പിയർ റിവ്യൂ പ്രോസസ്സ് കൊണ്ടുവരിക, പരസ്പരം നമ്മൾ വായിച്ചു നോക്കി എറേഴ്സ് കറക്റ്റ് ചെയ്യുന്ന രീതി. പ്രൊവൈഡ് പ്രാക്ടീസ് പ്രോംസ് ആൻഡ് കണ്ടക്ട് ടൈംഡ് റൈറ്റിംഗ് എക്സസൈസസ്. പ്രാക്ടീസ് പ്രോംസ് കൊടുത്തുകൊണ്ട്, ചില സൂചകങ്ങൾ കൊടുത്ത് അതിനെക്കുറിച്ച് എഴുതാനൊക്കെ പറഞ്ഞുകൊണ്ട്, റൈറ്റിംഗ് പ്രോംപ്റ്റുകൾ കൊടുത്തുകൊണ്ട്
അത് പ്രത്യേകിച്ച് ടൈം കൃത്യമായിട്ട് വെച്ചുകൊണ്ട് ഒരു ടൈംഡ് സെഷൻസ് ആക്കിക്കൊണ്ട് റൈറ്റിംഗ് എക്സസൈസ് നടത്തുക. ഇത്ര സമയം കൊണ്ട് എഴുതണം, ഇത്ര എസ്സേ. നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടി ഫസ്റ്റ് സെമസ്റ്റർ എൻഡ് സെമസ്റ്റർ എക്സാംസിന് വേണ്ടിയിട്ട് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. സമാനമായിട്ട് ടൈം എങ്ങനെ മാനേജ് ചെയ്യാമെന്നുകൂടി ഈ സെഷനിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാം എന്നർത്ഥം. ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ ടൈം വെച്ച് എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുക സിലബസിനെ കുറിച്ച്. ഇനി നമുക്ക് എസെൻഷ്യൽ റീഡിങ്സിലേക്ക് കിടക്കുകയാണ്. എസെൻഷ്യൽ റീഡിങ് നിങ്ങൾ നിർബന്ധമായിട്ട് വായിക്കേണ്ട കുറച്ച് ടെക്സ്റ്റുകളുടെ പേരാണ് പറയുന്നത്. നിങ്ങളുടെ ലൈബ്രറിയെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ ഓൺലൈനായി ഇത്തരം കൃതികൾ, ഇത്തരം പുസ്തകങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കുക, വായിക്കുക. എന്നിട്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൽസ്വൻ ഗേറ്റിൻ്റെ കോളിൻസ് റീഡിംഗ് ഫോർ IELTS ആണ്. IELTS പരീക്ഷയ്ക്കുള്ള ഒരു ടെക്സ്റ്റ് പോലെ തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. നെക്സ്റ്റ് വൺ മലക് എറ്റാൾ എഴുതിയിട്ടുള്ള GRE ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ അസോസിയേഷൻ. നെക്സ്റ്റ് മൈക്കൽ മെക്കാർത്തി ആൻഡ് ഫെലിസിറ്റി ഓഡെൽ വൊക്കാബുലറി ഇൻ യൂസ് എന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. പമേല ഷാർപ്പിൻ്റെ ഹൗ ടു പ്രിപ്പയർ ഫോർ ടോഫലിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പോലൊരു ബുക്കാണ്. അവരോടൊപ്പം തന്നെ ജെ ബാരണും അതിൻ്റെ രചയിതാവായിട്ടുണ്ട്. റെയ്ഡ് വിറ്റിൻ്റെ ഹൗ ടു പ്രിപ്പയർ ഫോർ IELTS ബ്രിട്ടീഷ് കൗൺസിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പബ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്ത ഒരു ബുക്കാണ്. മൈക്കൽ സ്വാൻ്റെ പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് യൂസേജ് OUP ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ്. ഈ പുസ്തകങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ മത്സര പരീക്ഷകളിൽ പാസ്സാവുന്ന രീതി നിങ്ങൾക്ക് കൂടുതൽ അടുത്തറിയാൻ സാധിക്കും. നല്ലൊരു ഗൈഡായിരിക്കും. മത്സര പരീക്ഷകളുടെ പേരുകൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളാണ് പലതും. IELTS TOEFL പോലുള്ള ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള മത്സര പരീക്ഷകൾക്ക് നിങ്ങളെ പ്രാപ്തരാക്കാൻ തീർച്ചയായിട്ടും ഈ സിലബസിന് സാധിക്കുമെന്ന് കരുതാം. സിലബസ് നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു സിലബസ് കിട്ടിയാൽ പോലും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെക്കൊണ്ട് വലിയ കാര്യമില്ലല്ലോ. അപ്പം നമ്മുടെ പ്രാക്ടീസ് വളരെ പ്രധാനം തന്നെയാണ്. നമ്മൾ സിലബസ് വാങ്ങി നല്ല രീതിയിൽ അവിടെ മടക്കി വെച്ചു എന്ന് വെച്ചിട്ട് കാര്യമില്ല. സോ നമ്മുടെ പ്രാക്ടീസ് പ്ലസ് സിലബസിൻ്റെ സപ്പോർട്ട് പ്ലസ് നമ്മുടെ എക്സ്ട്രാ റീഡിങ് നമ്മളെ വളരെയധികം സഹായിക്കും. ഈ എസെൻഷ്യൽ റീഡിങ് നിർബന്ധമായും നിങ്ങൾ വായിച്ചിരിക്കണം. ഈ എസെൻഷ്യൽ റീഡിങ്ങിനുള്ള ബുക്സ് മുഴുവൻ വായിക്കുന്നവർക്ക് മാത്രമേ നിങ്ങളുടെ പരീക്ഷ ഇപ്പോൾ 75 ടോട്ടൽ മാർക്കെങ്കിൽ ഈ പേപ്പറിന് 70. ഈ പേപ്പറിൻ്റെ മാർക്ക് സിസ്റ്റം നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം അത് ഡിസ്കസ് ചെയ്യാം. 75 ടോട്ടൽ മാർക്ക് എന്ന് വിചാരിക്കുക, ഇൻക്ലൂഡിങ് CE കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഉൾപ്പെടെ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ എസെൻഷ്യൽ റീഡിങ്ങിലുള്ള 6 ടെക്സ്റ്റും വായിച്ചവർക്ക് മാത്രമേ എൻ്റെ അഭിപ്രായത്തിൽ ഈ 75 ഒരു 70 മുകളിൽ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് മാത്രമേ നമുക്ക് ആ ഒരു പഠനത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പ് നൽകുന്നുള്ളൂ. മനസ്സിലായില്ല? നമ്മൾ താൽക്കാലികമായി എന്തെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കതിനെ കൊണ്ട് യൂസ് ഇല്ല. പ്രത്യേകിച്ച് ഈ പേപ്പറിൻ്റെ പേര് തന്നെ ഇംഗ്ലീഷ് ഫോർ കരിയർ എന്നാണല്ലോ. അപ്പോൾ നമ്മുടെ തൊഴിൽ മേഖലയിൽ മുൻപോട്ട് പോകുമ്പോൾ ഇത് ഉപകാരപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്താ പ്രയോജനം? ഈ കോഴ്സ് പഠിച്ചിട്ട് എന്താ കാര്യം? അപ്പം നമ്മൾ ഈ കോഴ്സ് എങ്ങനെ പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഫ്രെയിം വർക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിർബന്ധമായി നിങ്ങൾ ഈ സിലബസിൻ്റെ ഔട്ട്കം ശ്രദ്ധിച്ചല്ലോ എല്ലാവരും. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തല്ലോ ഔട്ട്കം എന്തൊക്കെയാണ്. ഓരോ മേഖലയും വളരെ കൃത്യമായി സിലബസ് മാപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കൃത്യമായി ചോക്ക് ഔട്ട് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് തരുന്നുണ്ട്. ഓരോ മൊഡ്യൂളും ഓരോ മേഖലയാണ്. അപ്പോൾ സിലബസ് ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും നമുക്കൊരു നല്ലൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് ഉപയോഗിക്കാം, ചുവടുവെപ്പായിട്ട് ഉപയോഗിക്കാം, ബേസിക് സ്റ്റെപ്പായിട്ട് ഉപയോഗിക്കാം. നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോയാൽ മാത്രമേ അതിനെക്കൊണ്ട് കാര്യമുള്ളൂ. നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകണം. അതായത് ഈ ബേസിക് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം നമ്മൾ പാസ്സാവണമെന്നില്ല. ഈ മത്സര പരീക്ഷകൾക്കൊക്കെ നമ്മൾ ഈ പേപ്പർ ഉപയോഗിക്കുമ്പോൾ, ഈ പേപ്പർ പഠിക്കുമ്പോൾ ഈ പേപ്പറിനെ ഉപയോഗിക്കണം. നമ്മൾ ഫ്യൂച്ചറിലെ മത്സര പരീക്ഷകൾക്ക് പാസ്സാവാനുള്ള എൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണിത് എന്ന രീതിയിൽ തന്നെ എടുക്കണം. ഈ പേപ്പറിൻ്റെ പഠനം ഈ 2ാം സെമസ്റ്ററിൻ്റെ പരീക്ഷയോടുകൂടി തീർക്കരുത്. ഇത് നമുക്ക് ഭാവിയിൽ ഈ
നിങ്ങളുടെ ഈ ഗ്രാജുവേഷൻ കഴിയുമ്പോൾ തന്നെ IELTS ക്വാളിഫൈ ചെയ്യണം, TOEFL ക്വാളിഫൈ ചെയ്ത് വെക്കണം, നല്ല പോയിന്റിലേക്ക് എത്തിക്കണം. അങ്ങനെ പോയിന്റിലേക്ക് എത്തിച്ച് നല്ലൊരു സ്കോർ നിങ്ങൾ നേടിയെടുക്കണം IELTS അല്ലെങ്കിൽ TOEFL. എന്നാൽ മാത്രമേ വിദേശ പഠനത്തിനുള്ള അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്കൊക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരു കരിയർ എയിം ചെയ്തിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു പേപ്പർ തന്നെയാണിത് എന്ന് നിസ്സംശയം പറയാം. ഈ റീഡിംഗ് ലിസ്റ്റ് തന്നെ അതിന് തെളിവാണ്. റീഡിംഗ് ലിസ്റ്റ് നന്നായിട്ട് വായിക്കണം. ഈ ലിസ്റ്റിലുള്ള എല്ലാ പുസ്തകങ്ങളും കളക്ട് ചെയ്ത് വെക്കുക. ഒരു ദിവസം ഒരു പേജെങ്കിലും നിങ്ങൾ വായിക്കുക. ഓരോ പുസ്തകം എടുക്കുക, ഒരു ദിവസം ഒരു പേജ് അല്ലെങ്കിൽ 2 പേജ് ടൈം കിട്ടുന്ന പോലെ. മിനിമം ഞാൻ പറയുകയാണ്, ഒരു പേജ് വായിക്കുക. റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വൊക്കാബുലറിയും സെൻറ്റൻസ് എഴുതാനുള്ള കപ്പാസിറ്റിയൊക്കെ ഇമ്പ്രൂവ് ആവും, എൻഹാൻസ് ആവുമെന്ന് മാത്രമല്ല ഈ പുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അറിവ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുകയും ചെയ്യാം. നിങ്ങളുടെ ലാംഗ്വേജും നിങ്ങളുടെ റീഡിങ് റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത് സിലബസ് പഠിക്കുക എന്നത് പറയുന്നത് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എടുത്തു പറയുകയാണ് ഒരിക്കൽ കൂടി. അപ്പോൾ നമ്മളെ പഠനത്തിൻ്റെ രീതി തന്നെ മാറേണ്ടിയിരിക്കുന്നു. ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകളുടെ പകുതി അല്ലെങ്കിൽ ടുവേർഡ്സ് ദി എൻഡാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് തന്നെ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരത്തിൽ ആ സിലബസ് ഒന്ന് കൃത്യമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ എനിക്ക് അവസരം കിട്ടിയതുകൊണ്ട് തുടക്കം മുതൽ തന്നെ ഞാൻ തുടങ്ങുകയാണ് സെക്കൻഡ് സെമസ്റ്റർ. സിലബസ് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്. നിർബന്ധമായും ആദ്യം തന്നെ സിലബസിൻ്റെ കോപ്പി കയ്യിൽ വെക്കുക. അതിലെ എസെൻഷ്യൽ റീഡിംഗ് ലിസ്റ്റ് നിങ്ങൾ എടുത്ത് ആ റീഡിംഗ് ലിസ്റ്റിൽ പറയുന്ന ഓരോ ബുക്കും അറ്റ്ലീസ്റ്റ് നിങ്ങൾ എഴുതിയ ആളെക്കുറിച്ചും ആ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ത്, അതിൻ്റെ ഉള്ളടക്കം പേജ്, അതിൻ്റെ ബ്ലർബ് ഒക്കെ വായിച്ച് അതെന്തിനെക്കുറിച്ചാണെന്നൊരു ബോധ്യം ഉണ്ടാക്കി വെക്കണം. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഡെയിലി അരമണിക്കൂർ 30 minutes എവ്രി ഡേ ഷുഡ് ബി ഡെഡിക്കേറ്റഡ് ഓൺലി ഫോർ റീഡിങ്. വേറൊന്നും ആ സമയത്ത് മൾട്ടി ടാസ്കിങ് ചെയ്യരുത്. മറ്റെല്ലാം മാറ്റി വെക്കുക, ഡിവൈസുകൾ മാറ്റി വെക്കുക, മറ്റെല്ലാ റെസ്പോൺസിബിലിറ്റീസും മാറ്റി വെക്കുക. 30 minutes ഓഫ് യുവർ ലൈഫ് ഷുഡ് ബി ഡെഡിക്കേറ്റഡ് ടു റീഡിങ്. ആ റീഡിങ്ങിന് എസ്പെഷ്യലി വെൻ യു ആർ ഡൂയിങ് യുവർ ഗ്രാജുവേഷൻ നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിനുള്ള സമയമാണ് ഈ 30 minutes എന്ന രീതിയിൽ ഉപയോഗിക്കേണ്ടത്. ആ എക്സ്ട്രാ റീഡിങ് എന്ത് വേണം എന്നുള്ളതാണ് ചോദ്യം. വെറുതെ നിങ്ങൾക്ക് ജനറൽ റീഡിങ് നടത്താം ഫോർ എൻ്റർടൈൻമെൻറ്റ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ നോവൽസ് ഒക്കെ വായിച്ചിരിക്കാം. പക്ഷെ അത് പോരാ. നിങ്ങൾക്ക് ഇനി അങ്ങനെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വായിക്കാം. വായന എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. എൻ്റർടൈൻമെൻറ്റ് വായന ഉപയോഗിക്കുക എന്നുള്ളത് വളരെ നല്ലതാണ്. കാരണം അതുവഴി നമ്മുടെ റീഡിങ് റൈറ്റിംഗ് സ്കില്ലുകൾ എപ്പോഴും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ അത് മാത്രം പോരാ. നമുക്ക് എസെൻഷ്യൽ റീഡിംഗ് ലിസ്റ്റ് കവർ ചെയ്യണം. സിലബസ് കവർ ചെയ്യുന്ന അല്ലെങ്കിൽ സിലബസ് എൻഡ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ തന്നെ ഈ എസെൻഷ്യൽ റീഡിംഗ് ലിസ്റ്റിലുള്ള എല്ലാ പുസ്തകങ്ങളും നിങ്ങളൊന്ന് മറിച്ചു നോക്കി, ഒന്ന് വായിച്ചു നോക്കി അത് മനസ്സിലാക്കിയെന്ന് ഉറപ്പ് വരുത്തണം. മുഴുവൻ നമുക്ക് മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റണമെന്നില്ല. പക്ഷെ എല്ലാ പുസ്തകങ്ങളും ഒന്ന് വായിച്ചു പോയി എന്ന കോൺഫിഡൻസോട് കൂടി പരീക്ഷയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് 75-ൽ 74, 73, 75 മാർക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഇതൊന്നും താല്പര്യമില്ല എന്നും ചിലപ്പോൾ നമ്മൾ ചിലരെങ്കിലും അങ്ങനെയൊക്കെ വിചാരിച്ചേക്കാം. അവർക്കും ഉള്ള ഒരു സജഷൻ, നമുക്ക് ഈ പേപ്പർ പഠിച്ചതുകൊണ്ട് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഒരു യൂസ് വേണമെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ എസെൻഷ്യൽ റീഡിംഗ് ലിസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടുവെക്കുക. ആ പുസ്തകങ്ങളൊന്ന് വായിക്കുക. അറ്റ്ലീസ്റ്റ് ആ പുസ്തകങ്ങളൊന്ന് നോക്കി കാണുകയെങ്കിലും ചെയ്യുക. ഓൺലൈനായിട്ട് സെർച്ച് ചെയ്യുക. അവയുടെ കവറൊക്കെ ഒന്ന് കണ്ടുവെക്കുക അറ്റ്ലീസ്റ്റ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അവയിലൂടെ ഡൗൺലോഡ് ചെയ്യുക, വാങ്ങാൻ സാധിക്കുമെങ്കിൽ വാങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വായിക്കാൻ സാധിക്കില്ല, അങ്ങനെ വായിക്കുക. ഓൺലൈനായി ചിലപ്പം പ്രൈസൊക്കെ കുറച്ച് കുറവായിരിക്കും, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം. ട്രൈ ദാറ്റ് ആൻഡ് അതൊന്ന് വായിച്ചു നോക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എസെൻഷ്യൽ റീഡിങ്ങിനുള്ള എല്ലാ പുസ്തകങ്ങളും. അതിൽ ജസ്റ്റ് പാസ് മതി എന്ന് വിചാരിക്കുന്നവരും അല്ലെങ്കിൽ മാക്സിമം മാർക്സ് സ്കോർ ചെയ്ത് കരിയറിൽ മുന്നോട്ട് പോകണമെന്ന് സീരിയസ് ആയി ആഗ്രഹിക്കുന്നവർ 2 ടൈപ്പ് ആൾക്കാരും ഉണ്ടാവും. അവരെല്ലാവരും അത് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ സജഷൻ. പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്യാപകരെ അക്കാര്യത്തിൽ ആശ്രയിക്കാവുന്നതാണ് സജഷൻസിനും മറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. സോ അത് നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതാണ്. ഇനി അസസ്മെൻറ്റ് റൂബ്രിക്സ് ആണ്. എങ്ങനെയാണ് മാർക്കുകൾ വരുന്നത് എന്നുള്ളത്. ഇവാലുവേഷൻ ടൈപ്പ് എൻഡ് സെമസ്റ്റർ ഇവാലുവേഷന് 50 മാർക്സ് ആണ്. 50 മാർക്കിലാണ് എൻഡ് സെമസ്റ്റർ എക്സാം ഉണ്ടാവുക. കഴിഞ്ഞ സെമ്മിൽ അത് 35+15 എന്ന രീതിയിൽ പ്രാക്ടിക്കം എന്ന ഒരു ടെസ്റ്റിന് വേണ്ടി, പ്രാക്ടിക്കലിന് വേണ്ടി 15 മാർക്ക്,
35 റിട്ടേൺ ടെസ്റ്റ് അങ്ങനെയായിരുന്നു. ഇത്തവണയും അങ്ങനെ ആവാം, അറിയില്ല. എന്തായാലും 50 എന്നാണ് എൻ്റെ സെമസ്റ്റർ എക്സാമിന് മാർക്ക് കൊടുത്തിരിക്കുന്നത് സിലബസിൽ. കണ്ടിന്യൂസ് ഇവാലുവേഷൻ 25, ടെസ്റ്റ് പേപ്പർ 1 10, ടെസ്റ്റ് പേപ്പർ 2 ക്ലാസ് ടെസ്റ്റുകളാണ് 5 മാർക്സ്, അസൈൻമെൻറ്റ് 5, സെമിനാർ 5, ഇങ്ങനെയാണ് മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 75 മാർക്സ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രാക്ടിക്കംസ് ഹാവ് ഓൺലി ഇൻറ്റേർണൽ അസസ്മെൻറ്റ്, പ്രാക്ടിക്കലിന് ഇൻറ്റേർണൽ അസസ്മെൻ്റ് ആയിരിക്കും നടക്കുക എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തതാണ് ഇംഗ്ലീഷ് ത്രൂ കൾച്ചർ എന്നുള്ള പേപ്പർ. നമ്മളത് അടുത്ത ഒരു വീഡിയോയിലാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് കരുതുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ താഴെ രേഖപ്പെടുത്തുക. പിന്നെ ഈ പേപ്പർ ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യവും പറയുക. ഈ പേപ്പറിൽ വളരെ യൂസ്ഫുൾ ആയൊരു പേപ്പറാണെന്ന് പ്രത്യേകം സൂചിപ്പിച്ചു. കരിയർ ബേസ്ഡ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. അപ്പോൾ കൂടുതൽ ഈ പറഞ്ഞ പോലെ മത്സര പരീക്ഷകൾ എഴുതി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ, IELTS, TOEFL പോലുള്ള ഇൻ്റർനാഷണൽ ടെസ്റ്റുകൾ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും ഈ പേപ്പർ എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും ഈ പേപ്പറിലെ ഓരോ മൊഡ്യൂളിലും ഓരോ യൂണിറ്റും കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതും യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് കരുതുകയാണ്. മറ്റുള്ള ക്ലാസ്സുകൾ തുടർന്ന് വരുന്നതാണ്. പ്രത്യേകം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്യുക. സിലബസിനെ കുറിച്ച് ഒരു ധാരണ ലഭിച്ചു എന്ന് കരുതുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ടൈം. God bless you all. Bye-bye.